പനമണ്ണ അമ്പലവട്ടം റോഡിൽ കുരുടിയമ്പലം സമീപത്തേക്കുള്ള പാടശേഖരങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. സംഭവം നേരിട്ട് കണ്ട വ്യക്തി വാഹനത്തെ പിന്തുടർന്നെങ്കിലും വാഹനത്തെ തടഞ്ഞു നിർത്താനായില്ല. നമ്പർ പ്ലേറ്റ് തോർത്തുകൊണ്ട് മറച്ച നിലയിലായിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും പ്രദേശവാസികൾ പരാതി നൽകി. പുലർച്ചെ 1:30 വായനശാല അമ്പല റോഡിൽ കുരുടിയമ്പലം സമീപത്തുള്ള പാടശേഖരങ്ങളിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളിയതായി നേരിട്ട് വ്യക്തി കണ്ടത്. ബൈക്കിൽ വാഹനത്തെ പിന്തുടർന്നെങ്കിലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് തോർത്തുകൊണ്ട് മറച്ചിരുന്നു. വാഹനം സ്പീഡിലായതിനാൽ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. തുടർന്ന് ഒറ്റപ്പാലം നഗരസഭയിലും ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലും ഈ വിഷയം പരാമർശിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭ 37-ാം വാർഡിൽ ഉൾപ്പെടുന്ന വായനശാല അമ്പലവട്ടം റോഡിൽ കുരുടി അമ്പലത്തിന് സമീപത്തുള്ള പാടശേഖരത്തിലേക്ക് ഇന്ന് പുലർച്ചെ ഒരു 1:30 2 മണിക്ക് ഇടയിലായിട്ട് ഒരു ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം തള്ളിയതായിട്ട് ഒരു വ്യക്തി കാണുകയും ആ വ്യക്തി അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയക്കുകയും ചെയ്തു. രാവിലെ ഈ വ്യക്തിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് വണ്ടിയിൽ വാഹനത്തിൽ വരുന്ന സമയത്ത് ഈ ടാങ്കർ ലോറി പാടശേഖരത്തിന് സമീപം നിന്ന് ഈ കൽവാട്ടിൻ്റെ താഴേക്ക് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഈ മാലിന്യം അടിച്ചുവിടുകയാണ് ചെയ്തിരുന്നതെന്നാണ്. ഇദ്ദേഹത്തിനെ കണ്ട സമയം പെട്ടെന്ന് തന്നെ വാഹനം ഓടുന്ന് എടുത്തു പോവുകയും ഇദ്ദേഹം വാഹനത്തെ പിന്തുടരുകയും ചെയ്തു. എന്നാൽ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ തോർത്തുകൊണ്ട് ഉപയോഗിച്ച് മറച്ചിരിക്കുന്നത് കാരണത്താൽ വാഹനത്തിൻ്റെ നമ്പർ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ വണ്ടി ഓവർ സ്പീഡ് ആയതിനാൽ അദ്ദേഹത്തിന് പിന്തുടർന്ന് ഈ വാഹനത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിച്ചില്ല. ഇതിപ്പോൾ ഒറ്റപ്പാലം നഗരസഭ പ്രദേശത്ത് ഈ ഒരു പ്രവൃത്തി സ്ഥിരമായിരിക്കുകയാണ്. ഇവിടെ ഒഴുകുന്ന വെള്ളത്തിലേക്കാണ് ഈ മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇപ്പോൾ മാലിന്യത്തിൻ്റെ സാന്നിധ്യമൊന്നും അവിടെ പരിശോധിച്ചപ്പോൾ കാണുന്നില്ല. എന്തായാലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒറ്റപ്പാലം നഗരസഭയിലും അതുപോലെ തന്നെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലും ഈ വിഷയം പരാതിയായിട്ട് അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇങ്ങനെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷാ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.